നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ദമാസ്കസ് പിടിച്ചെടുത്തുകൊണ്ട് വിമത സൈന്യം പ്രഖ്യാപിച്ചു. സിറിയ മോചിതമായിരിക്കുന്നു. അതേസമയം ദമാസ്കസ് എയർപോർട്ടിൽ നിന്ന് ഒരു സിറിയൻ വിമാനം പറത്തുയർന്നു. വിമാനത്തിൽ ബോർഡ് ചെയ്തത് ബാഷർ അൽ അസദ് എന്ന ഭരണാധികാരി, അദ്ദേഹത്തിന്റെ ഭാര്യയും 2 മക്കളും ഉറ്റ ബന്ധുക്കളും. സിറിയൻ തീരമേഖല ലക്ഷ്യമാക്കി വിമാനം പറന്നു. അസാദ് ഉൾപ്പെടുന്ന ഷിയ ആൽവൈറ്റ് വിഭാഗത്തിന് ഏറെ ഭൂരിപക്ഷമുള്ള പ്രദേശം, അതുകൊണ്ട് തന്നെ ആ മേഖല ഏറെ സുരക്ഷിതമെന്ന് ബാഷർ അൽ അസദ് പ്രതീക്ഷിച്ചു. തീരദേശ മേഖലയിൽ നിന്ന് യു-ടേൺ എടുത്ത വിമാനം വീണ്ടും പറന്നുയർന്നു. മിനിറ്റുകൾക്കകം ആ വിമാനം അപ്രത്യക്ഷമായി. അസദിന് എന്തു സംഭവിച്ചു? ബഷർ അൽ അസദിന്റെ ഔദ്യോഗിക സേന തുടർന്ന് പ്രഖ്യാപനം നടത്തി. ഒരു സ്വതന്ത്ര സിറിയ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. സിറിയൻ ആർമിയുടെ കമാൻഡർ തന്നെയാണ് ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയത്. ബഷർ അൽ അസാദിന്റെ ഭരണം അവസാനിച്ചിരിക്കുന്നു. ഒരു സ്വതന്ത്ര സിറിയയാണ് ഇനി നമുക്ക് മുന്നിലുള്ളത്. പതിറ്റാണ്ടുകൾ നീണ്ട അസദ് ഭരണകൂടം അങ്ങനെ സിറിയയിൽ അവസാനിച്ചു. എന്നാൽ എങ്ങനെയാണ് ഇത്തരമൊരു നേട്ടം വിമത സൈന്യം കൈവരിച്ചത്? HTSന്റെ ഒറ്റയ്ക്കുള്ള പോരാട്ടം മാത്രമായിരുന്നോ ഈ വിജയത്തിനു പിന്നിൽ? യഥാർത്ഥത്തിൽ സിറിയയിലെ വിമത സൈന്യങ്ങളെ നയിക്കുന്നത് ആരാണ്? ഇത്തരം വിമത നീക്കങ്ങൾക്കു പിന്നിൽ പ്രവർത്തിച്ച ശക്തികൾ എന്തൊക്കെയാണ്? 50 വർഷം നീണ്ട അടിമത്തം അവസാനിപ്പിച്ചുവെന്നാണ് ഇപ്പോൾ HTS പ്രഖ്യാപിക്കുന്നത്. സിറിയയുടെ പ്രധാനമന്ത്രി ഇതിനിടയിൽ ഒരു പ്രഖ്യാപനം നടത്തി. ഈ സർക്കാർ തുടരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഭരണത്തിലേക്ക് വരുന്ന ഏത് നേതാക്കളെ അംഗീകരിക്കാനും ഞങ്ങൾ തയ്യാറാണ്. ഒടുവിൽ ദമാസ്കസിൽ മുഴങ്ങിക്കേട്ട വെടിയൊച്ചകൾ നിലയ്ക്കുന്നു. നഗരം പൂർണ്ണമായി വിമതസേനയുടെ കൈപ്പിടിയിൽ ഒതുങ്ങി. അതിർത്തി രാജ്യങ്ങൾ സൂക്ഷ്മതയോടെ തങ്ങളുടെ സൈന്യത്തെ അതിർത്തികളിൽ വിന്യസിച്ചിരിക്കുന്നു. ഇസ്രയേലും ജോർദാനും ഇറാഖുമൊക്കെ തങ്ങളുടെ അതിർത്തികൾ ഭദ്രമാക്കി സൂക്ഷിക്കുന്നു. വിമത സൈന്യം നടത്തിയ ഈ നീക്കത്തിനു പിന്നിൽ മറ്റു ചില ചരിത്ര വസ്തുതകൾ കൂടി നമ്മൾ മനസ്സിലാക്കണം. 2020 റഷ്യയും ടർക്കിയും മുൻകൈയെടുത്ത് ഒരു വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു. ഈ വെടിനിർത്തൽ പ്രഖ്യാപനത്തിൽ ഏറെ നേട്ടമുണ്ടായത് ബഷർ അൽ അസദിന് തന്നെ. 2011 സിറിയയിൽ ആരംഭിച്ച ഒരു ആഭ്യന്തര യുദ്ധം, ഒരിക്കലും അവസാനിക്കാത്ത ആ യുദ്ധം ഒടുവിൽ ഒരു വെടിനിർത്തലിലെത്തുമ്പോൾ പല പ്രദേശങ്ങളും ബഷർ അൽ അസദ് ഭരണകൂടത്തിന് നഷ്ടപ്പെട്ടിരുന്നു. 2020 വെടിനിർത്തൽ കരാറിൽ ഏതൊക്കെ പ്രദേശങ്ങളാണ് വിമതസേനകളുടെ കൈകളിൽ അകപ്പെട്ടത് എന്ന് മനസ്സിലാക്കുന്നിടത്താണ് ഇപ്പോൾ വിമതസഖ്യം നടത്തിയ ഈ മുന്നേറ്റത്തിന്റെ ശക്തി തിരിച്ചറിയേണ്ടത്. ഇദ്ലിബ് പ്രദേശം പൂർണ്ണമായി HTSന്റെ നിയന്ത്രണത്തിലായിരുന്നു. അവിടെ നിന്ന് അലപ്പോ മുതൽ ടർക്കിയുടെ അതിർത്തി വരെ നീണ്ടുനിന്നിരുന്നു അവരുടെ ശക്തി മേഖല. എന്നാൽ വെടിനിർത്തൽ കരാറിൽ ഇദ്ലിബും പരിസര പ്രവിശ്യകളുമൊക്കെ HTSന് അനുവദിച്ചു കൊടുത്തു. അലപ്പോ അസദ് ഭരണകൂടത്തിന്റെ കീഴിൽ വന്നു. ടർക്കി പിന്തുണയുള്ള വിമതസേനയാണ് അൽബാബിന് വടക്കു പ്രദേശങ്ങൾ കൈയടക്കി വെച്ചത്. ഈ പ്രവിശ്യ പൂർണ്ണമായി അവരുടെ നിയന്ത്രണത്തിലായി. ചുരുക്കത്തിൽ ഒരു വശം HTSന്റെ കയ്യിലും മറുവശം ടർക്കി പിന്തുണയുള്ള വിമതസേനയുടെ കയ്യിലും. എന്നാൽ ടർക്കിയുടെ ഭൂരിപക്ഷ അതിർത്തി പ്രദേശങ്ങൾ കൈയടക്കി വെച്ചത് കുർദ് സേനയുടെ കീഴിലുള്ള വിമതസഖ്യം തന്നെയാണ്. സിറിയയുടെ ഭൂരിപക്ഷ പ്രദേശങ്ങൾ അവർ കീഴടക്കി തങ്ങളുടെ കൈക്കുള്ളിൽ വെച്ചു. ആ പ്രദേശം മരുഭൂമികൾ ഏറെയുള്ള മേഖലയാണ്. ഇറാൻ ജോർദാൻ അതിർത്തികളോട് ചേർന്ന ടാൻഫ് പ്രദേശം പൂർണ്ണമായി അമേരിക്കൻ നിയന്ത്രണത്തിലുള്ള വിമതസേനയുടെ കയ്യിൽ. അമേരിക്കൻ സേനാ കേന്ദ്രങ്ങളടക്കം ഇവിടെ സജ്ജമാക്കിയിരുന്നു. ഇസ്രായേലിന്റെ ഗോലാൻ കുന്നുകൾക്ക് സമീപമുള്ള കൊനേട്ര, നാവ, ദാറ, സുവൈദ തുടങ്ങിയ പ്രദേശങ്ങൾ വലിയ തോതിൽ വിമതസഖ്യത്തിന് സ്വാധീന മേഖലയായിരുന്നു. എന്നാൽ ഈ മേഖല ഹിസ്ബുള്ളയുടെ നിയന്ത്രണത്തിലാക്കാൻ എളുപ്പത്തിൽ കഴിഞ്ഞു. സിറിയ എന്ന രാജ്യത്തെ ചുറ്റിവരിഞ്ഞ് വിമതസഖ്യം 2020 മുതൽ ശക്തമായി അതത് പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് തങ്ങളുടെ അധികാരം ഉപയോഗിച്ചു പോന്നു എന്നർത്ഥം. ഇവിടെയാണ് കഴിഞ്ഞ 7 ദിവസങ്ങളിൽ നടത്തിയ വിമതസേനയുടെ മുന്നേറ്റത്തിന്റെ ശക്തി തിരിച്ചറിയാൻ. HTS ഒറ്റതിരിഞ്ഞുള്ള ആക്രമണം മാത്രമല്ല നടത്തിയത്, മറ്റ് വിമത സഖ്യങ്ങളൊക്കെ ഈ ഘട്ടത്തിൽ ദമാസ്കസ് കേന്ദ്രീകരിച്ചും മറ്റു പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചും ശക്തമായ സേനാ നീക്കങ്ങൾ നടത്തി. ലെബനനും ദമാസ്കസിനുമിടയിലുള്ള പ്രദേശങ്ങൾ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങൾ തന്നെയായിരുന്നു. ലെബനൻ കേന്ദ്രീകരിച്ച് ഇസ്രായേൽ നടത്തിയ തുടർ ആക്രമണങ്ങളിൽ ഹിസ്ബുള്ളയുടെ ശക്തി ദുർബലമായി. ലെബനൻ കേന്ദ്രീകരിച്ച് ഇസ്രായേലിനെ ആക്രമിച്ച ഹിസ്ബുള്ള വിഭാഗങ്ങൾക്ക് ശക്തമായ പിന്തുണ ദമാസ്കസിൽ നിന്ന് ലഭിച്ചു.
ക്യുനൈട്ര, നാവ തുടങ്ങിയ പ്രദേശങ്ങളിലുള്ള കത്തൈബ് ഹിസ്ബുള്ളയും ശക്തമായ പിന്തുണയാണ് ലെബനനിലെ ഹിസ്ബുള്ളയ്ക്ക് നൽകിയത്. എന്നാൽ ശക്തമായ ആക്രമണങ്ങൾ ഇസ്രായേൽ ലെബനനു നേർക്ക് മാത്രമല്ല ദമാസ്കസ് കേന്ദ്രീകരിച്ചും ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ തൊടുത്തു. ഇത് വലിയ തോതിൽ ഹിസ്ബുള്ളയുടെ ശക്തി ക്ഷയിപ്പിക്കാൻ ഇടവരുത്തി. ഇവിടെയാണ് നമ്മൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റ് വിമത സഖ്യം നടത്തിയ ശക്തമായ നീക്കങ്ങളുടെ കൂടുതൽ കരുത്തറി. ഇസ്രായേൽ അതിർത്തിയും ക്യുനൈട്രയും കേന്ദ്രമായി പ്രവർത്തിക്കുന്ന വിമത സഖ്യം പൊതുവെ സദേൺ ഓപ്പറേഷൻസ് ഗ്രൂപ്പ് ഓഫ് സിറിയൻ റിബല്യൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇവരെ ഇതുവരെ ആക്രമിച്ച് തളർത്തു നിർത്തിയത് ഹിസ്ബുള്ളയാണെങ്കിൽ ഹിസ്ബുള്ള തകർന്നതോടെ ഈ സഖ്യം കൂടുതൽ ശക്തമായ ആക്രമണങ്ങൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ തൊടുത്തു. സിറിയൻ റവല്യൂഷൻ ഫോഴ്സസ് എന്നാണ് ഈ മേഖലയിലെ വിമതസേന അറിയപ്പെടുന്നത്. സദേൺ ഓപ്പറേഷൻസ് റൂം ആൻഡ് കമാൻഡ് മിലിറ്ററി ഓപ്പറേഷൻസ് എന്നും ഇവർ അറിയപ്പെടുന്നു. സിറിയൻ റവല്യൂഷണറി ഫോഴ്സസ് ശക്തമായ ആക്രമണങ്ങൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഹിസ്ബുള്ളയ്ക്ക് നേരെ തൊടുത്തു. മറുവശത്ത് ഇദ്ലിബിൽ ശക്തമായിരുന്ന HTS ആദ്യഘട്ടത്തിൽ അലപ്പോ എന്ന നഗരം പിടിച്ചടക്കി. അതിനുശേഷം ഹോംസ് ലക്ഷ്യമാക്കി HTS മുന്നേറി. ഇദ്ലിബ് കേന്ദ്രീകരിച്ച് ശക്തമായിരുന്ന HTS ശക്തമായ ആക്രമണങ്ങളിലൂടെ ആദ്യഘട്ടത്തിൽ അലപ്പോ പിടിച്ചടക്കി. അലപ്പോ കൈയടക്കിയതിനു ശേഷം HTS കൊടുങ്കാറ്റ് പോലെ ഹമ ലക്ഷ്യമാക്കി കടന്നുവന്നു. ഹമ കീഴടക്കിയതിനു ശേഷം തൊട്ടടുത്ത വലിയ നഗരമായ ഹോംസ് അവർ ലക്ഷ്യമിട്ടു. ഹമയിൽ നിന്ന് നേരെ ഹോംസിലേക്ക്, പിന്നീട് ദമാസ്കസിലേക്കുള്ള ദൂരം വളരെ കുറവ്. സിറിയൻ ഔദ്യോഗിക സേന ഇതിനിടയിൽ മറ്റൊരു വിമത സേനയിൽ നിന്ന് വലിയ തോതിലുള്ള ആക്രമണങ്ങളാണ് മറുവശത്ത് നേരിട്ടുകൊണ്ടിരുന്നത്. തെക്കൻ മേഖലയിൽ സമാനതകളില്ലാത്ത തിരിച്ചടികൾ അവർ നേരിട്ടു. കുനേട്ര, നാവ, ധാര തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നാണ് വിമതസേനയുടെ ശക്തമായ ആക്രമണങ്ങൾ തൊടുത്തത്. ഹിസ്ബുള്ള കൂടി ഉൾവലിഞ്ഞതോടെ തുടർന്ന് ഔദ്യോഗിക സേന ദമാസ്കസ് നഗരത്തിന്റെ പരിസരങ്ങളിലേക്ക് പിൻവാങ്ങി. ഇതോടെ കുനൈട്ര, നാവ, ധാര, സുവൈദ തുടങ്ങിയ പ്രദേശങ്ങൾ പൂർണ്ണമായി വിമത സഖ്യം കീഴടക്കി. വിമത സഖ്യത്തിന് ഇത്തരമൊരു നേട്ടം കൈവരിക്കാൻ മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട്. ഇസ്രായേൽ അതിർത്തി കേന്ദ്രീകരിച്ച് ഹിസ്ബുള്ളയ്ക്കു നേർക്ക് സമാനതകളില്ലാത്ത ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. ഏതെങ്കിലും മേഖലയിൽ ഹിസ്ബുള്ള സേനാ വിഭാഗം കേന്ദ്രീകരിച്ചാൽ അവർക്ക് നേരെ തുടർ ആക്രമണങ്ങൾ തന്നെയാണ് ഇക്കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇസ്രായേൽ നടത്തിയത്. സിറിയയും ജോർദാനും തമ്മിലുള്ള അതിർത്തി ഏകദേശം 233 മൈൽ ദൈർഘ്യമുണ്ട്. ഈ മേഖലയിൽ ധാര വരെയുള്ള അതിർത്തി പ്രദേശം പൂർണ്ണമായി വിമത സഖ്യം കീഴടക്കി. സുവൈദ കേന്ദ്രീകരിച്ച് അതിശക്തമായ ദ്രൂസ് സാന്നിധ്യമാണ് മറ്റൊരു തലവേദനയുണ്ടാക്കിയത് അസദ് ഭരണകൂടത്തിന്. ദ്രൂസിന്റെ ശക്തി കേന്ദ്രമാണ് സുവൈദ. 2021 അതിശക്തമായ കലാപങ്ങൾ അന്ന് ദ്രൂസ് നേതൃത്വത്തിൽ ഈ മേഖലയിൽ നടന്നിരുന്നു. തുടർന്ന് ദ്രൂസിന് വേണ്ടി അനുവദിക്കപ്പെട്ട ഒരു പ്രത്യേക മേഖലയായിരുന്നു സുവൈദ. സുവൈദയ്ക്ക് തൊട്ടപ്പുറം ടാൻഫ് മേഖല. ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിമത സഖ്യം അറിയപ്പെടുന്നത് മഹാവീർ അൽ തവ്ര എന്ന പേരിൽ. ഇവരെ അമേരിക്ക തന്നെയാണ് പൂർണ്ണമായി പിന്തുണയ്ക്കുന്നത്. 2018 മുതൽ ശക്തമായ പിന്തുണയാണ് ഈ മേഖലയിൽ അമേരിക്ക ഇവർക്ക് നൽകുന്നത്. അമേരിക്കയുടെ സേനാ കേന്ദ്രം വരെ ഇവിടെ പ്രവർത്തിക്കുന്നു. റവല്യൂഷണറി കമാൻഡോ ആർമി എന്നും ഇവർ അറിയപ്പെടുന്നു. ടാൻഫ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന റവല്യൂഷണറി കമാൻഡോ ആർമി ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ ചില മുന്നേറ്റങ്ങൾ ഒരുക്കി. റവല്യൂഷണറി കമാൻഡോ ആർമി, സിറിയ ഫ്രീ ആർമി എന്നൊക്കെയാണ് ഇവർ പരക്കെ അറിയപ്പെടുന്നത്. ടാൻഫിൽ നിന്ന് പാൽപിറ വരെ ഇവർ തങ്ങളുടെ ആക്രമണങ്ങൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യാപിപ്പിച്ചു. ഔദ്യോഗിക ഭരണകൂടത്തിന്റെ സേനാ വിഭാഗങ്ങൾ ആദ്യ ഭാഗം ഇവരുമായി ചില ചെറുത്തുനിൽപ്പുകൾക്ക് ശ്രമിച്ചുവെങ്കിലും പിന്നീട് പിൻവാങ്ങി. ചുരുക്കത്തിൽ ടാൻഫ് മേഖല കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന ഈ വിമത സഖ്യം പാൽബിറ വരെ തങ്ങളുടെ അധികാര പരിധിയിലാക്കി. ചുരുക്കത്തിൽ ദമാസ്കസിന്റെ തെക്ക് ഭാഗവും ജോർദാൻ, ഇറാഖ് അതിർത്തി പ്രദേശങ്ങളുമൊക്കെ പൂർണ്ണമായി വിമത സഖ്യത്തിന്റെ നിയന്ത്രണത്തിലായി. ഈ മേഖലകൾ നിയന്ത്രണത്തിലാക്കാൻ HTS യാതൊരു വിധത്തിലും ശ്രമിച്ചില്ല എന്ന് ശ്രദ്ധിക്കുക. മറിച്ച് അതത് പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ശക്തമായി നിലയുറപ്പിച്ചിരുന്ന വിമത സഖ്യങ്ങൾ തന്നെയാണ് അവിടെ മുന്നേറ്റമൊരുക്കിയത്. ടാൻഫ് കേന്ദ്രീകരിച്ച് ഒരു അമേരിക്കൻ സേനാ കേന്ദ്രം പ്രവർത്തിക്കുന്നു. ഇക്കഴിഞ്ഞ ജനുവരിയിൽ അമേരിക്കൻ സേനാ കേന്ദ്രത്തിന് നേർക്ക് ഒരു മിസൈൽ ആക്രമണം നടന്നു. തുടർന്ന് ഔദ്യോഗിക സേനയ്ക്ക് നേരെ ശക്തമായ ആക്രമണം അന്ന് അമേരിക്ക തൊടുത്തിരുന്നു. അമേരിക്കൻ പിന്തുണയോടെ ഫ്രീ സിറിയൻ ആർമി ശക്തമായ മുന്നേറ്റം ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തി.
ഹോംസ് എന്ന നഗരത്തിന്റെ ഒരു ഭാഗം കീഴടക്കി HTS മുന്നേറിയപ്പോൾ മറുഭാഗം പൂർണ്ണമായി ഈ വിഭാഗത്തിന്റെ നിയന്ത്രണത്തിലുമായി. ഇതിനിടയിൽ വിമതസേന ടാൻഫിൽ നിന്ന് അബു കമാൽ എന്ന പ്രദേശത്തേക്ക് കൂടി തങ്ങളുടെ ആക്രമണങ്ങൾ വ്യാപിപ്പിച്ചു. അബു കമാൽ പൂർണ്ണമായി കദ്ദേബ് ഹിസ്ബുള്ളയുടെ കൈവശമുള്ള പ്രദേശമാണ്. എന്നാൽ ഈ പ്രദേശത്ത് നിന്ന് ഏകദേശം 150ഓളം കവചിത വാഹനങ്ങളിൽ കദ്ദേബ് ഹിസ്ബുള്ള സേന പൂർണ്ണമായി രക്ഷപ്പെട്ടോടുന്ന കാഴ്ചയാണ് പാശ്ചാത്യ മാധ്യമങ്ങളിൽ റിപ്പോർട്ടുകളായി വന്നത്. പാൽമിറയും അബു കമാലുമൊക്കെ കൈയടക്കിക്കൊണ്ട് അമേരിക്കൻ പിന്തുണയുള്ള ഫ്രീ സിറിയൻ ആർമി ആ മേഖലയാകെ തങ്ങളുടെ കൈപ്പിടിയിലൊതുക്കി. അബു കമാലിനും ടാൻഫിനും ഇടയിലുള്ള മരുഭൂമി പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് T3, T4, T2, T4, ടിയാസ് ബേസ് എന്ന പേരുകളിലാണ്. ഈ പ്രദേശമൊക്കെ പൂർണ്ണമായി ഇപ്പോൾ വിമത സഖ്യത്തിന്റെ കയ്യിൽ. അബു കമാലിന് വടക്കുവശം പൂർണ്ണമായി സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സിന്റെ കൈവശമുള്ള വലിയ ഭൂപ്രദേശമാണ്. 2018 മുതൽ ഇവിടെ ശക്തമായ സാന്നിധ്യമാണ് കുർദിഷുകളുടെ നേതൃത്വത്തിലുള്ള ഈ സേനയ്ക്ക്. ഈ കുർദ് സേനയെ നയിക്കുന്നത് അമേരിക്കൻ പിന്തുണ തന്നെ. അവർക്ക് വേണ്ട ആയുധങ്ങളും പടക്കോപ്പുകളും കവചിത വാഹനങ്ങളുമൊക്കെ വൻതോതിൽ നൽകി അമേരിക്ക അവരെ സഹായിക്കുന്നു. ISISനെതിരെയുള്ള പോരാട്ടത്തിൽ അന്ന് അമേരിക്കയ്ക്ക് ശക്തി പകർന്നത് ലോക രാജ്യങ്ങൾക്ക് കൂട്ടായി നിന്ന് മുൻനിരയിൽ യുദ്ധം നയിച്ചത് ഇതേ കുർദിഷ് സേന തന്നെയാണ്. സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സിന്റെ ശക്തി അമേരിക്കയാണ് എന്നത് അവരെ കൂടുതൽ ശക്തരാക്കുന്നു. ഇതിനിടയിൽ സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സും വലിയ മുന്നേറ്റങ്ങൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ കാഴ്ചവെച്ചു. അബു കമാലിന് മറുഭാഗം പൂർണ്ണമായി സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സ് കൈയടക്കി. ദേറസോർ എന്ന പ്രദേശവും അവർ കീഴടക്കി. ചുരുക്കത്തിൽ ടാൻഫ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വിമതസേന പാൽമിറ വരെ കീഴടക്കിയപ്പോൾ പാൽമിറയുടെ മറുഭാഗം സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സിന്റെ കൈവശം. മറുവശത്ത് ദ്രൂസുകളുടെ ശക്തമായ മുന്നേറ്റം. ഇസ്രയേൽ അതിർത്തിയിലും വിമതസേന തന്നെയാണ് മുന്നേറ്റം നടത്തിയത്. HTSനും സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സിന്റെയും കൈവശമുള്ള പ്രദേശങ്ങൾക്കിടയിൽ ശക്തമായ ടർക്കിഷ് പിന്തുണയിലാണ് വിമതസഖ്യം മുന്നേറ്റം നടത്തിയത്. വിമതസഖ്യങ്ങളുടെ ഇത്തരം കൂട്ടായ ആക്രമണങ്ങൾ തന്നെയാണ് അസാദ് ഭരണകൂടത്തിനെ നിലം പൊത്താൻ ഇടവരുത്തിയത്. അതിലപ്പുറം അസാദ് ഭരണകൂടത്തെ താങ്ങി നിർത്തിയ ഔദ്യോഗിക സേനയ്ക്ക് ഈ വിമതസേനകളുമായി പോരാട്ടത്തിനിറങ്ങാനുള്ള കരുത്തും നഷ്ടപ്പെട്ടു. ദമാസ്കസ് കേന്ദ്രീകരിച്ച് വലിയ തോതിൽ ഔദ്യോഗിക സേനയിൽ നിന്ന് കുടിയൊഴിഞ്ഞ് സേനാവിഭാഗം വിമതസേനകളിലേക്ക് ചേക്കേറുന്ന കാഴ്ച ഇക്കഴിഞ്ഞ മണിക്കൂറുകളിലെ ഏറ്റവും വലിയ പ്രത്യേകതയായിരുന്നു. 2018 അന്ന് വിമതസേനകളെ വലിയ തോതിൽ ആക്രമിച്ചൊതുക്കിയതിന് തൊട്ടു പിന്നാലെ വിമതസേനകൾ കൂട്ടത്തോടെ ഔദ്യോഗിക സേനയിലേക്ക് അന്ന് ചേർക്കപ്പെട്ടിരുന്നു. അവരാണ് ഈ പ്രത്യേക അന്തരീക്ഷത്തിൽ മറുവിഭാഗത്തേക്ക് ചേക്കേറിയത്. അസദ് ഭരണകൂടത്തെ ഇപ്പോൾ പെട്ടെന്ന് വീഴ്ത്തുന്നതിൽ അമേരിക്കയുടെയും ടർക്കിയുടെയും ഒക്കെ ഇടപെടലുകളുണ്ട് എന്ന് വ്യക്തമാണ്. ഇസ്രയേൽ ഏതൊക്കെ തലങ്ങളിൽ പ്രവർത്തിച്ചു എന്നതിന്റെ കൃത്യമായ വാർത്തകൾ പുറത്തു വരുന്നില്ല. എങ്കിലും ഹിസ്ബുള്ളയ്ക്കെതിരായ ഇസ്രയേൽ ആക്രമണങ്ങൾ തന്നെയാണ് അസാദ് ഭരണകൂടത്തിന്റെ ഈ പെട്ടെന്നുള്ള വീഴ്ചയുടെ മുഖ്യ കാരണം. HTS എന്ന വിമതസേനയുടെ കയ്യിൽ മാത്രം ഭദ്രമല്ല സിറിയ എന്നർത്ഥം. ഏകദേശം 7ഓളം വിമതസഖ്യങ്ങൾ പല ഭാഗങ്ങൾ കൈയടക്കി നിൽക്കുന്നു. തങ്ങളുടെ പ്രദേശങ്ങളൊക്കെ വിപുലീകരിക്കാനും അവർക്ക് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനിയുള്ള നീക്കങ്ങൾ എന്താവും എന്ന് ലോകം ഉറ്റുനോക്കുകയാണ്. സിറിയ അതൊരു വല്ലാത്ത കഥ തന്നെ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.